നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ കർത്താവിനറിയാം ഇതൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയുള്ള കയ്യാങ്കളികളാണ്. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണത്തില്ലെന്ന്. പിന്നെ യേശു കർത്താവല്ല. പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് നേടുന്ന കാലവും യേശു കർത്താവാണ്. പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും കർത്താവ്. നിങ്ങളുടെ ലിഷർ ടൈമിൽ ആരാണ് നിങ്ങളുടെ കർത്താവ്? നിങ്ങളുടെ പ്രശ്നമില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ്? പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കർത്താവ്. നിങ്ങളുടെ എസ്റ്റീം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ പെരുമ. ഒരു വീട്ടിൽ ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് നിൻ്റെ ഫ്രണ്ട് വരുന്നു, നിൻ്റെ അളിയൻ വരുന്നു, ആരെങ്കിലും വരണു, ഗസ്റ്റ് വരുന്നു, അയാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് പോയാൽ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നീ ഞായറാഴ്ച കുർബാന മുടക്കി അവൻ്റെ പുറകെ പോകും. അപ്പോൾ ആരായിരിക്കും കർത്താവ്? ആ വന്നവനാണ് കർത്താവ്. അബോധലങ്ങളിലെല്ലാം യേശു കർത്താവാകണം. അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് യേശു. കംപ്ലീറ്റ് സൊല്യൂഷനാണ് യേശു. എന്നാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആകണത്? അപ്പോഴാണ് യേശു കർത്താവാകണത്. ഒന്നിനും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. നമ്മൾ നേടുന്ന പ്രതാപങ്ങൾക്ക്, പണത്തിന്, പേരിന് ഒന്നും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ന്യൂസ് പോർട്ടൽ വായിച്ചു. ന്യൂസ് പോർട്ടൽ അത് നമ്മുടെ ഫിലിം സ്റ്റാറിനെ കുറിച്ചുള്ള ന്യൂസ് പോർട്ടലാണ്. മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചുള്ളൊരു ന്യൂസ് പോർട്ടലാണ്. ഇത് പ്രശ്നത്തിലേ ഉള്ളൂ. ഇദ്ദേഹം ഈ മോഹൻലാൽ ഒരു യാത്രക്കാരനാണ്, യാത്ര പ്രിയമുള്ള ആളാണ്. അയാൾ യാത്ര ചെയ്ത് പോകും. ഫിലിമില്ലാത്ത സമയത്തെല്ലാം അയാൾ യാത്ര ചെയ്യും. നല്ല കാര്യമാണത്, സഫാരി. അപ്പോൾ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ ഭൂട്ടാനിൽ പോകും. ഭൂട്ടാനിൽ പോകുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് കൂടെ ഉണ്ടാവും. ഈ തിരക്കഥാകൃത്തും ഈ ഫിലിം സ്റ്റാറും കൂടിയാണ് ഭൂട്ടാനിൽ പോകണമെന്ന് വെച്ചാൽ ഒരു ബുദ്ധക്ഷേത്രത്തിൽ പോണതാണ്. ഒരു ബുദ്ധക്ഷേത്രത്തിൽ ആൾക്കാരെല്ലാം പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബുദ്ധക്ഷേത്രം. ഇപ്പോൾ ഭൂട്ടാനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ മലാറ്റൂരും ശബരിമലയൊക്കെ പോകണമെങ്കിൽ വടി കുത്തി പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. വടി കുത്തിയേ കയറാൻ പറ്റത്തുള്ളൂ. നല്ല ഉയരമാണ്, 10,000-6,000 അടി ഉയരത്തിലാണ് ഈ സംഭവം. എന്നാലും ജനങ്ങൾ പോണതാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മധ്യപ്രദേശുകാരൻ, മോഹൻലാൽ കാവ്യവേഷത്തിലും കുറേ തലയിലൊക്കെ കെട്ടിയാണ് പോണത്. എന്നാലും ഈ മധ്യപ്രദേശുകാരന് ഇയാളെ മനസ്സിലാകും. ഇയാളെ എപ്പോഴും കണ്ടുപരിചയം. അയാൾ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി മുമ്പോട്ട് കയറി നടക്കുകയാണ്. അയാൾ ധൃതിക്ക് പോവുകയാണ് മലമുകളിലേക്ക്, ബുദ്ധക്ഷേത്രത്തിൽ പോയി. അപ്പോൾ തിരിഞ്ഞ് ഈ മോഹൻലാലിനെ നോക്കുമ്പോൾ ഉടനെ പറയും, യു ആർ ആക്ടർ മമ്മൂട്ടി എന്ന് ഈ എന്നോട് ചോദിക്കും. യു ആർ ആക്ടർ മമ്മൂട്ടി എന്ന് ഈ മധ്യപ്രദേശുകാരൻ ചോദിക്കും. അപ്പോൾ മോഹൻലാൽ പറയും ഓക്കെ യെസ് എന്ന് പറയും. അപ്പോൾ ഉടനെ തിരക്കത്താകത്ത് മോഹൻലാലിൻ്റെ മുഖത്തോട്ട് നോക്കും. ഇതിൻ്റെ പരിപാടി. മധ്യപ്രദേശുകാരൻ മുമ്പോട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വീണ്ടും മോഹൻലാൽ ചോദിക്കും, യു ആർ ആക്ടർ മോഹൻലാൽ. അപ്പോഴും യെസ്, അപ്പോഴും യെസ് എന്ന് പറയും. എന്നിട്ട് അയാൾ പോകും. അപ്പോഴും ഈ തിരക്കഥാകൃത്ത് മോഹൻലാലിനോട് അയാൾ പോയി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ തിരക്കഥാകൃത്ത് ചോദിക്കുമേ, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണത്? മമ്മൂട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ്, ഇപ്പോൾ മോഹൻലാലാണെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലാണെന്ന് പറഞ്ഞ്, ഇതെന്ത് ഇങ്ങനെ ഉത്തരം പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാൽ ഒരു മറുപടി പറയും, ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ സാധാരണ ഇവരെ ഫോളോ ചെയ്യാത്ത ആളാണ്. പോർട്ടലായതുകൊണ്ട് ഇതിൻ്റെ ഒരു ആധ്യാത്മികമായ ഒരു അംശമുണ്ട് ഇതിനകത്ത്. എന്താണ് ഉത്തരം കണ്ടില്ലേ? ഈ അജ്ഞാതമായ ഈ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യം. ഇപ്പം ഈ മനുഷ്യൻ കുറച്ച് പത്മഭൂഷണാണ്. എന്താ സംഭവം? പത്മഭൂഷണാണ്. പിന്നെ എന്താ, കേണലാണ്. കേരളത്തിലൊരു ഫിലിം സ്റ്റാറിന് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ല മേഖലയിലാണ്, ഏറ്റവും ഉന്നതത്തിലാണ്. ഈ ഉന്നതത്തിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യനിങ്ങനെ പറയണത്. എന്താണ്? ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യമെന്ന്. എന്നുവെച്ചാൽ ഇതൊക്കെ തന്നെ അറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഒരർത്ഥവുമില്ല. നമ്മൾ ആരായിട്ട് ഒരു കാര്യമില്ല. സത്യമാണത്.
നമ്മളെ അറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരുമല്ല. ആരായിട്ട് എന്ത് കാര്യം? നമ്മൾ അറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരാണ്? ആരുമല്ല. ആരായിട്ടൊരു കാര്യമില്ല. അപ്പം നമ്മളിൽ നേടിയതും നമ്മളായിരിക്കണതും നമ്മുടെ ഔന്നത്യവും നമ്മുടെ ബഹുമതിയും ഒക്കെ ഒരു നിരർത്ഥകമാണ്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാവോ? അതായത് ഈ ജനക്കൂട്ടം തന്നെ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും? ഇല്ല, ഉണ്ടാകത്തില്ല. ആ പ്രിയ വാര്യർ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് എത്രയോ റേറ്റിംഗ് വന്നതാണ്. ഇപ്പോൾ റേറ്റ് താഴെ പോയി. ജനക്കൂട്ടം ഉണ്ടാക്കുന്ന റേറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്ത് റേറ്റ്? 10-30 ലക്ഷം റേറ്റിംഗ് വന്നതാണ്, നേരെ താഴെ പോയി. ഇതുപോലെ ഓരോ സോഷ്യൽ മീഡിയയിലെല്ലാം റേറ്റിംഗ് അല്ലേ? ഇന്ന് റേറ്റിംഗ് ഉള്ളവന് നാളെ റേറ്റിംഗ് ഇല്ല. എന്താ? ജനക്കൂട്ടം വന്നതുപോലെ പോകും. കുമാരനാശാൻ പറഞ്ഞതുപോലെ വരും. ഓരോ ദശ വന്നതുപോലെ പോകും. മനുഷ്യന് എന്താ കുഴപ്പം? മനുഷ്യൻ ദൈവത്തെ വിട്ടിട്ട് ഈ പണം, പ്രതാപം ഇതിനെ അങ്ങ് മനസ്സർപ്പിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവായിട്ട് മാറും. യേശു കർത്താവാകണമെന്ന് പറയുമ്പോഴേ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോയിട്ടൊന്നുമില്ലേ? നിങ്ങൾക്ക് തോന്നരുത് ഞാൻ സിനിമ കഥ പറയണമെന്ന്. അതായത് കർത്താവ് ചേഞ്ച് ചെയ്യും ചില സമയത്ത്. ഈ ലോകം തരുന്ന കർത്താക്കന്മാർ ജനക്കൂട്ടത്തിൻ്റെ സ്വാധീനമായാലും ശരി, പണമായാലും പ്രതാപമായാലും നമുക്കുണ്ടാകുന്ന ഔന്നത്യമായാലും ശരി, ഈ വന്നതുപോലെ ഈ സ്തംഭം അങ്ങോട്ട് പോകും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ കർത്താവായിട്ട് സ്വീകരിക്കുകയും അല്ലാത്തപ്പോൾ കർത്താവായിട്ട് ഇതുപോലെ നിരർത്ഥകമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഒരിക്കലും യേശുവിനെ കർത്താവായി നമ്മൾ സ്വീകരിക്കുന്നില്ല, റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ ഏത് കാലാവസ്ഥയിലും യേശുവിനെ മാത്രമേ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്വന്തം ഹല്ലേലൂയ, 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 യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പ്രശ്നാധിഷ്ഠിത കർത്താക്കന്മാരെ ഫേക്ക്, ഇപ്പം നമ്മൾ ദൈവങ്ങൾക്ക് എന്തെന്നാ ഇംഗ്ലീഷുകാരൻ പറയണത്? ഫേക്ക് ഗോഡ് എന്നാണ് പറയണത്. അപ്പം പറയണതാണ് കറക്റ്റ്. നമ്മൾ പറയുമ്പോൾ ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഏതാണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു വേഷപ്പകർച്ച വരും. പക്ഷേ ഇംഗ്ലീഷുകാരൻ കറക്റ്റ് പേരാണ് പറയണത്, ഫേക്ക് ഗോഡ്, കള്ളദൈവം. ഇതുപോലെ കള്ളക്രിസ്തുമാരെ വചനത്തിലുള്ളതാണ്, കള്ളക്രിസ്തുമാരുണ്ടാകുമെന്ന്. അന്തിക്രിസ്തുമാരും കള്ളക്രിസ്തുമാരും എന്നാണ് യോഹന്നാൻ പറയണത്. അതായത് ആരെല്ലാം ഇപ്പം പണമായാലും പ്രതാപമായാലും ആരോഗ്യമായാലും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എല്ലാം കള്ളക്രിസ്തുവാണ്. ഫേക്ക് ജീസസ് എന്ന് പറയും. ഫേക്ക് ജീസസ്, ഫേക്ക് ഗോഡാണ്. ഈ കള്ളക്രിസ്തുവിനെ യഥാർത്ഥ ക്രിസ്തുവിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവത്തെയും മാമവിനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ യേശുവിനെ തന്നെ ശാശ്വതമായി സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തിൽ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതായത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ കറക്റ്റ് ചെയ്ത് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവതിരുസന്നിധി പ്രാർത്ഥനാപൂർവ്വം വ്യാപരിക്കുമ്പോഴാണ് അത് ആദ്യം പറഞ്ഞ ഭക്തിയിലേക്ക് നമ്മൾ വരും. ഭക്തി വലിയ കാര്യമാണ്. പക്ഷേ ഭക്തിയിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ പ്രക്രിയകളുണ്ട്. ഭക്തിയുടെ മുന്നേ വരുന്ന ചില പ്രക്രിയകൾ. ഒന്നാമത്തിൽ വിശ്വാസം കൃത്യമാക്കണം. ഇപ്പം വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ വിശ്വാസത്തിൽ തന്നെയുണ്ട് ഈ ഫേക്ക് ഗോഡ്, ഫേക്ക് ഫെയ്ത്ത് ഉണ്ട്. വിശ്വാസത്തിൽ തന്നെ ഫേക്ക് ഫെയ്ത്ത് ഉണ്ട്, റൈറ്റ് ഫെയ്ത്ത് ഉണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണമാണ് പൗലോസ് പറയും, ആരിലാണ് ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാമെന്ന്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. വിശ്വാസം ആരിലുണ്ടാകണമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറ്റൂരിൽ ഒരു കൊലപാതകം നടന്ന് നമുക്ക് വായിച്ചതാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് ഈ അലക്ക എന്ന് പറയുന്ന കുട്ടി, അവൾ കളക്ടറാകാൻ വേണ്ടി IAS പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. അലക്ക സായി ദിവ്യ എന്ന് പറയുന്ന അവളുടെ ചേടത്തിയെ കൊന്നു കളഞ്ഞു. പുരുഷോത്തമൻ നായിഡു എന്ന് പറയുന്ന അപ്പനെ അറസ്റ്റ് ചെയ്ത്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയണത് ഇതൊരു വിശ്വാസമാണ്. എന്താ വിശ്വാസം? ഞായറാഴ്ച കൊണ്ട് കലിയുഗം അവസാനിക്കുന്നു, തിങ്കളാഴ്ച മുതൽ സദ്യുഗം വരികയാണ്. അപ്പോൾ കലിയുഗത്തിന് മുമ്പ് മരിച്ച ആൾക്കാരെ സദ്യുഗം വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതൊരു വിശ്വാസമാണ്, അലക്കാടെ വിശ്വാസമാണ്. അപ്പം ഈ വിദ്യാഭ്യാസവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലെന്ന് മനസ്സിലായില്ലേ? അതെന്തിനാ? IAS ഒരുങ്ങണ കുട്ടിയാണത്, സ്മാർട്ട് ലേഡിയാണ്. പക്ഷേ അവൾ ഈ വിശ്വാസം തലക്കി കയറിയിട്ട് കൊന്ന് അവളുടെ ചേട്ടത്തിനെ കൊന്നു കളഞ്ഞു. അവളുടെ അമ്മ അത് അംഗീകരിക്കുന്നു എന്നാണ് സത്യം. അമ്മ ഉദ്യോഗസ്ഥയാണ്, പ്രൈവറ്റ് കമ്പനിയിലാണ് ഉദ്യോഗസ്ഥ. അപ്പനും അംഗീകരിക്കുന്നുണ്ട് ആ സംഭവം. അപ്പോൾ അതൊരു വിശ്വാസമാണ്. ഇതുപോലെയുള്ള കുറേ വിശ്വാസങ്ങൾ ലോകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യേശുവിലുള്ള വിശ്വാസത്തിന് സത്യവിശ്വാസം എന്ന് പറയാൻ കാരണം. ഈശോ തന്നെ ലോകത്തിൽ ഐ ആം ദ ട്രൂത്ത്. ഇപ്പം 14:6 എന്താ പറയണത്? ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം ഞാൻ സത്യമാണെന്ന് ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല, അവകാശം ഉന്നയിച്ചിട്ടില്ല. മർക്സായാലും എംഗൽസ് ആയാലും ലെനിനായാലും എയ്ൻസ്റ്റീനായാലും ആരും അവർ സത്യമാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ല. ഈ 33 വയസ്സുകാരൻ ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അത് ക്ലെയിമാണ്. കാര്യം വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അവൻ ക്ലെയിം ചെയ്ത സത്യത്തിന് വേണ്ടി അവൻ മരിക്കുവാനും അവൻ്റെ പിതാവായ സത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും തയ്യാറാകുമ്പോഴേ സത്യത്തോടുള്ള വിശ്വാസമാണ് സത്യവിശ്വാസം. വിശ്വാസം എങ്ങനെ ഉണ്ടാകാം? ആർക്കും ഉണ്ടാകാം, എന്തിനും ഉണ്ടാകാം. പക്ഷേ സത്യത്തിനോട് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അത് വർക്കൗട്ട് ആണത്. എപ്പോൾ വർക്കൗട്ട് ആവും? നിത്യത വരെ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോന്നിയാൽ പിന്നെ നിനക്കൊന്നും പ്രതിബന്ധം ഉണ്ടാകത്തില്ല. നിനക്ക് കടമുണ്ടാകാൻ, രോഗമുണ്ടാകാം, നീ വല്ല സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നിനക്ക് യേശുവിനോട്, സത്യത്തോട് വിശ്വാസം തോന്നിയാൽ പിന്നെ നിനക്കൊന്നും പ്രതിബന്ധം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമില്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:19. അവിടെ ഒരു തളർവാദ രോഗിയെ എല്ലാവരും കൂടി കൊണ്ടുവരുന്നതാണ് രംഗം. ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും. പക്ഷേ എന്താണ്, യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല.
അപ്പോൾ എന്തുകൊണ്ട് അവരെന്ത് ചെയ്യും? യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യും? അവർ മേൽക്കൂര പൊളിച്ചോ ഓടിളക്കിയോ അവർ തറവാട് രോഗിയെ കട്ടിലോടുകൂടെ യേശുവിൻ്റെ അടുത്ത് എത്തിക്കും. അപ്പോൾ യേശു എന്നാ പറയണത്? അവരുടെ വിശ്വാസം കണ്ട്. 5:20 എന്താ പറയണത്? ലൂക്കാ സുവിശേഷം. അവരുടെ വിശ്വാസം കണ്ട്. ആരുടെ വിശ്വാസം? ഈ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസം. രോഗിക്ക് വിശ്വാസം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല, കൊണ്ടുവന്ന ആൾക്കാർക്ക് ഉണ്ടായാൽ മതി. അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തടവായ രോഗിയോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റാഞ്ഞത്? ജനക്കൂട്ടം നിമിത്തമെന്നാണ് എഴുതിയിരിക്കുന്നത്. ജനക്കൂട്ടം നിമിത്തം. അതാണ് പ്രശ്നം. ജനക്കൂട്ടം നിമിത്തമാണ് യേശുവിൻ്റെ അടുത്ത് ഈ രോഗിനെ എത്തിക്കാൻ ആ കൊണ്ടുവന്ന ആൾക്കാർക്ക് പറ്റാതിരുന്നത്. ജനക്കൂട്ടം എപ്പോഴും പ്രശ്നമാണ്. നമ്മൾക്ക് യേശുവിനെ അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് ജനക്കൂട്ടം വരും. എന്താണ്? അവരെന്ത് വിചാരിക്കും? നിങ്ങൾ കൃപാസനത്തിൽ എവിടെ പോകണം? ആരും മിണ്ടത്തില്ല. ചില ആൾക്കാർ സ്വന്തം പള്ളിയിൽ പോകത്തില്ല, കൃപാസനത്തിൽ വരും. സ്വന്തം പള്ളിയിൽ പോകത്തില്ല. ഇനി കൃപാസനത്തിൽ വരുമ്പോൾ തന്നെയും എന്താ നോക്കണത്? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും, നാട്ടുകാരെ ഉള്ളിൽ ഉണ്ടാന്ന് നോക്കും. ജനക്കൂട്ടം ദൈവത്തെ അവർ വിളിക്കണതും ദൈവത്തെ ആശ്രയിക്കുന്നതും ജനക്കൂട്ടം കാണുമ്പോൾ അവരെന്തോർക്കുമെന്ന് തോന്നും. അവിശ്വാസികളാണ് ശരിക്കും. നിങ്ങളുടെ നിലപാട് കൊണ്ട് തന്നെ നിങ്ങളുടെ വിധി നിങ്ങൾ നിശ്ചയിച്ച് കഴിയുകയും. അതായത് ഇപ്പം ജനക്കൂട്ടം കണ്ടില്ലേ ദേവൻ? ഇപ്പം ജനക്കൂട്ടം മാഞ്ഞു പോകുന്ന സംഭവമാണ്. അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ സംഭവിക്കണത് എന്താണ്? നിൻ്റെ വില പോകുമോ, നിൻ്റെ റേറ്റിംഗ് പോകുമോ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മനുഷ്യൻ്റെ അസ്തിത്വത്തിലുള്ള ഒരു അഹങ്കാരമാണ്. ഇതാണ് യേശുവിനെ കർത്താവാക്കിയത്. എന്താണ്? അവൻ വിനയാന്യതനായി, അവൻ തന്നെ താഴ്ത്തിയെന്ന് പറഞ്ഞില്ലേ? എന്തിനാണ്? ജനക്കൂട്ടത്തിൽ അവന് ഉണ്ടാകുന്ന നിലവാരം നമുക്ക് എപ്പോൾ നമ്മൾ താഴ്ത്തുന്നു. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പേര് സമയത്ത് മുട്ടേ നിൽക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ചില ആൾക്കാർ മുട്ടേ നിൽക്കത്തില്ല. ദിവ്യകുർബാന ഉയർത്തിയാലും മുട്ട നിൽക്കത്തില്ല. ഒരു പുന്നപ്രകാരം ഞാൻ പള്ളിത്തോട്ട് ഇരിക്കുമ്പോൾ എൻ്റെ കുർബാനയ്ക്ക് എല്ലാവരും മുട്ട നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ മുട്ടുകാലം തന്നെ ഒടിച്ചെങ്കിലും മുട്ട നിർത്തിയിരിക്കും. കാര്യം എന്താ? എനിക്കറിയാം ആരാ ഇടുന്നുള്ളൂ ഇരിക്കണതെന്ന്. അപ്പോൾ ഒരുത്തരിങ്ങനെ ഈ ചതലിൽ നിന്ന് വന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കാനും പറ്റാതെ. അയാൾക്കൊരു 60 വയസ്സ് ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ച് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുട്ടിന് കേടാണെന്ന് പറഞ്ഞു. ഞാൻ സത്യമാണേ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ചിലർക്ക് അഹങ്കാരം കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ട നിൽക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഈ ഒരു വിഷയമല്ല. നിങ്ങൾ ചിലപ്പോൾ മുട്ട നിൽക്കാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉരുളുമായിരിക്കും. പക്ഷേ അതല്ല പ്രശ്നം. ഇതൊരു മാനസിക അവസ്ഥയാണ്. എന്ന് നീ എളിമപ്പെടുന്നു, കർത്താവിൻ്റെ നാമത്തിലാണ് നീ എളിമപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. നീ ഇപ്പോൾ താഴ്ന്ന തരിപ്പണമായി അങ്ങ് തറ പറ്റിക്കിടക്കണമെന്ന് വിചാരിച്ചോ? ഏതെങ്കിലും വിഷയത്തിൽ നീ എളിമപ്പെടാൻ തീരുമാനിച്ചാൽ ആ സമയത്തോട്ട് ദൈവം നിന്നെ ഉയർത്തും. കാര്യം നീ എളിമപ്പെടുമ്പോൾ നീ ക്രൂശനായ കർത്താവിനെയാണ് സ്വീകരിക്കണത്. നീ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിലെ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ജനത്തിൻ്റെ താല്പര്യത്തിന് അനുപക്ഷീയമായിട്ട് നിൻ്റെ ജീവിതം ക്രമീകരിച്ചാൽ ചിലപ്പോൾ നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷെ നീ അത് അറിയത്തില്ല. പല മനുഷ്യരുടെയും പ്രശ്നം ഇതാണ്. അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീട്, അവരുടെ സൗന്ദര്യം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, അവരുടെ സമ്പത്ത്, അവരുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം നേടാൻ വേണ്ടി അവരുടെ ശ്രമങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരറിഞ്ഞിട്ടില്ല. ഇനി ഒരു ആവശ്യം വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകണത്, അയ്യോ ഇത് വിശ്വാസം എന്നോ നഷ്ടപ്പെട്ടു. അപ്പോഴും അവരറിയുന്നില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത്.
കാര്യം പല ആൾക്കാരും പള്ളികളിൽ ഒരു പേഴ്സണാലിറ്റി, നാട്ടിൽ ഒരു പേഴ്സണാലിറ്റി. പള്ളികളിൽ ഒരു പേഴ്സണാലിറ്റി, പത്തിയും ദൈവത്തിലേക്കൊന്നും എല്ലാം കാര്യം കാണാൻ വേണ്ടിയുള്ള എല്ലാ പട്ടാങ്ങിയും പള്ളി വന്ന് കാണിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മുട്ടാളനായിട്ട് മാറും, മുട്ടാളത്തിയായിട്ട് മാറും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് താമസം വരാൻ കാരണം. നിങ്ങൾ എളിമപ്പെടുന്നില്ല, മനുഷ്യാവതാരത്തെ പങ്കുചേരുന്നില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനെ കുരിശുമരണത്തോടെ എന്നെ പങ്കു ചേർത്തുകൊണ്ട് അങ്ങ് മനുഷ്യാവതാരം എൻ്റെ ജീവിതത്തിലെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉയർത്തുന്നതിന്റെ മഹിമ പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളയിടത്ത് കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലേണ്ടതാണ്. വിവാഹ തടസ്സമുള്ളവർ കഴുത്തിലും, പുരുഷന്മാരാണെങ്കിൽ മോതിരമിടുന്ന കയ്യിലും സമർപ്പിച്ചുകൊണ്ടാണ്. വിവാഹ തടസ്സമുള്ള സ്ത്രീകൾ കഴുത്തിലും കൈവെക്കണം. വിവാഹ തടസ്സമുള്ള പുരുഷന്മാർ മോതിര വിരലിൽ കൈവെക്കണം. അതാണ് വിശ്വാസപ്രമാണം ചൊല്ലേണ്ടത്. മക്കളില്ലാത്തൊരു അടിവയറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലണം. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തുകയും നിന്റെ തടസ്സങ്ങൾ മാറ്റുകയും യേശു കർത്താവാണെന്ന് നീ അറിയുകയും ചെയ്യും. ശരീരം മുഴുവനും വേദനയുള്ളവർ തലയിലാണ് കൈവെക്കേണ്ടത്. കടരോഗികൾ നെഞ്ചിൻ്റെ താഴെ, ഉദരരോഗികൾ ഉദരത്തിൽ. ഈ സൗഖ്യം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്ന് ഡയറക്റ്റായിട്ട് സൗഖ്യം ഫീൽ ചെയ്യും. രണ്ടാമത്തത് നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറായാലും ശരി, അങ്ങേർക്ക് നിൻ്റെ രോഗത്തെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തുകൊണ്ട് നിനക്ക് ആപ്റ്റ് മെഡിസിൻ തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കും. കാര്യം വ്യത്യസ്തമായ രീതികളിലാണ് മനുഷ്യന് സൗഖ്യം വരുന്നത് ഞാൻ ശുശ്രൂഷയിൽ കണ്ടിരിക്കുന്നത്. കർത്താവേ, മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. കർത്താവേ, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവ് ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി തിരുവായ മുറിവേറ്റവനെ, ഈശോ മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, ഈ ഹാളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തകളിലും യൂട്യൂബിലും കർത്താവേ ഫേസ്ബുക്കിലും അനേകം രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അവരെ സ്പർശിക്കണമേ കർത്താവേ. അടിപ്പിഴൽ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ, മാരക രോഗങ്ങള്, തീരവേദികള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ,
ജോലി കിട്ടാൻ വേണ്ടിയുള്ള സാങ്കേതിക തടസ്സമുള്ളവരെ, പല പരീക്ഷകളിലും തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നവരെ, ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടുള്ളവരെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ, വിവാഹ ഉടമ്പടി നടക്കാത്തവരെ, സ്ഥലം വിറ്റുമാറാത്തവരെ, സാമ്പത്തിക കടങ്ങളിൽ ചെന്ന് വിഷമിച്ചിരിക്കുന്നവർ, പാർപ്പിട സൗകര്യം നഷ്ടപ്പെട്ടവരെ, പുര വാങ്ങിക്കാനോ സ്ഥലം വിൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, ഗുരുതരമായ മറ്റ് രോഗങ്ങളുള്ളവരെ, വലിയ കലഹവും ഭിന്നതയും മദ്യപാനവും ഒക്കെ ഉള്ളത്, സമാധാനം നഷ്ടപ്പെട്ടവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വിഷമതകളെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശ്വാസമാണ് അറിയാവുന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലാത്ത സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ടിവിയിലും കർത്താവ് പ്രോഗ്രാം കാണുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവേ. മൊബൈലിൽ കർത്താവ് ഈ പ്രോഗ്രാം കൂടുന്ന മക്കളെ ഇപ്പോൾ നീ സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോഴീ ധനഗ്രന്ഥത്തിലെ പ്രാർത്ഥിച്ചുകൊടുക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവെ. ഒന്നും അസാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമാവനെ ഈശോ എല്ലാത്തിനും കർത്താവ് ഒന്ന് കുറഞ്ഞ 15:26 പ്രാർത്ഥിക്കുന്നു. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു കർത്താവ്. എല്ലാം കർത്താവ് മക്കൾ അനുഭവിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങൾ, വ്യത്യസ്തമായ രംഗങ്ങളിൽ മനുഷ്യരനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങളുടെ മേലെ കർത്താവിന് തീരുമാനം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ജീവിതം നമ്മുടെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾ ലഭിക്കട്ടെ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. മുട്ടയിൽ നിന്ന് ആശീർവാദം മേടിക്കുക. ആശീർവാദം കിട്ടുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്തിനു വേണ്ടിയാണ് ഈ മണ്ണിൽ ചവിട്ടിയത് അത് മനസ്സിൽ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. യൂട്യൂബിലും TV-യിലും ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴും അച്ഛൻ അനുസ്മരിക്കാത്ത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത വിഷമതകളെ, രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആശീർവാദം മേടിക്കുക. കർത്താവെ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന,